നമസ്കാരം. എനി ടൈം ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു സുപ്രഭാതം എത്തിയിരിക്കുകയാണ്. മച്ചാടിൻ്റെ മലനിരകളിൽ തഴുകി വരുന്ന ഒരു കാറ്റിന്, ഇന്നത്തെ കാറ്റിന് ഒരു സുഗന്ധമുണ്ട്, ഇന്നത്തെ കാറ്റിന് ഒരു ആവേശമുണ്ട്. അത് മാമാങ്കത്തിൻ്റെ ആവേശ കാഴ്ചകളാണ്. നമുക്കറിയാം, ഉണർന്നിരിക്കുകയാണ്, തട്ടക നിവാസികൾ ഉണർന്നിരിക്കുകയാണ്. മച്ചാട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആചാരാനുഷ്ഠാനങ്ങൾ ഏറെ വിഭിന്നമാണ്, ഏറെ കണിശമാണ്. ഇന്ന് തട്ടക നിവാസികളേറെ ആവേശത്തിലാണ്. ആ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുകയാണ്. എനി ടൈം ന്യൂസിലൂടെ ഈ മാമാങ്കത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും അത് ഏറ്റവും മികച്ച ദൃശ്യ മികവോടുകൂടി തന്നെ ഞങ്ങൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുകയാണ്. പൂർണ്ണ പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ഒരു ചേർത്തുപിടിക്കൽ ഉണ്ടാവണമെന്ന ഒരു വലിയൊരു ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഏവർക്കും മച്ചാടിൻ്റെ മാമാങ്കത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് തുടക്കം കുറിക്കാം. സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് തട്ടകം ഉണർന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പിന് ഇന്ന് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, മച്ചാടിൻ്റെ മലനിരകളിൽ തഴുകി വരുന്ന കാറ്റിന് ഇന്നൊരു സുഗന്ധമുണ്ട്, ഒരു ആവേശമുണ്ട്. അത് മച്ചാടിൻ്റെ ആരവമുണ്ട്. ആ ആരവം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. തട്ടകം ഉണർന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ ഒരു വിരാമം കുറിക്കുന്നു. ഒരുക്കങ്ങൾ തകൃതിയായിരിക്കുന്നു. ഏകദേശം എല്ലാം പൂർത്തിയായി. ആശങ്കകളൊന്നുമില്ല. ഇനി എല്ലാം ആവേശത്തിലാണ്. എങ്ങനെ ഈ ഒരു നിമിഷം ജീവിതത്തിൽ ലഭിക്കുന്ന അപൂർവ നിമിഷങ്ങൾ ഒന്നെന്ന് പറയാം. തട്ടകത്തമ്മയുടെ സന്നിധിയിലെ മുഴുവൻ ജനങ്ങളെയും എത്തിച്ചുകൊണ്ട് തന്നെ യാതൊരുവിധ സംഘർഷങ്ങളോ യാതൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി നടക്കുന്ന മച്ചാട് മാമാങ്കം ഇന്നിപ്പോൾ ലോക പ്രശസ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു ദിവസം കാത്തിരിക്കുകയാണ്. ഞങ്ങളൊരു വർഷമായിട്ട് ഇതിൻ്റെ ഒരുക്കങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കുതിരപ്പണി, ക്ഷേത്രത്തിൻ്റെ കുതിരയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതും വളരെ ഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതും നേരത്തെയാണ് പ്രാവശ്യം. ഭഗവതിയുടെ സഹായത്താൽ ഇതെല്ലാം നേരത്തെ ചെയ്തു വെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ടെൻഷൻ അടിക്കണം. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, എല്ലാവരും സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന. ഇപ്രാവശ്യം വലിയ പ്രത്യേകതകൾ എടുത്തു പറയാമോ? ഞങ്ങൾ ഇപ്രാവശ്യം മച്ചാട് മാമാങ്കം പുന്നോറമ്പ് വിഭാഗമാണ് നേതൃത്വം നൽകുന്നത്. ആ നേതൃത്വം നൽകുന്ന കമ്മിറ്റി പുതിയ കുതിരത്തല, പുതിയ നാളൻ എന്നാ പറയാ, നമ്മൾ കുതിരനാളൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇവിടെ നിർമ്മിച്ച് പുതിയതാണ് ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സ്വന്തമായിട്ടാണ്, പുന്നോറമ്പ് ദേശത്തിന്റെ സ്വന്തമായിട്ടാണ് സ്വന്തമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ്. അതും കൂടി ഇപ്രാവശ്യം ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ്. തീർച്ചയായിട്ടും ഇവരിലേക്ക് ഒന്ന് പോവാം. ആവേശം എത്രത്തോളം? എല്ലാവിധ ആവേശത്തിലും എല്ലാവിധ ഇതിലും ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഞങ്ങൾ തട്ടദേശത്തിലെ കുതിരകളെ വരവേൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ഷേത്രമായ കുതിരകളെ കുമരങ്കണകറ്റ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ അവിടെ ചെന്ന് അവിടുന്ന് തട്ടദേശത്തെ കുതിരകളെ വരവേറ്റുകൊണ്ട് കാവിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം 5 ദിവസത്തെ ഇൻഷുറൻസ് നടത്തിയിട്ടുണ്ട്. 70 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ എങ്ങനെയാ, ഉഷാറല്ലേ? ഉഷാറാണ് പരിപാടികളെല്ലാം തന്നെ. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. സിത്താര മ്യൂസിക് ബാൻഡ് ഉണ്ട്. അത് വൈകുന്നേരം എത്ര മണിക്കാണ്? 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും ഇവിടെ സുസ്വാഗതം അല്ലേ? നമ്മൾ സ്വാഗതം ചെയ്യാണ്. സിത്താരകൃഷ്ണകുമാറാണ് ബാൻഡ് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മച്ചാടിന്റെ മണ്ണിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട്. എനിക്ക് തോന്നുന്നു മച്ചാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മണ്ണിൽ നിരവധി കലാകാരന്മാർ കല അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു കേരളത്തിലെ പ്രശസ്തരായ ഒരുവിധം കലാഭവമണി മുതൽ MG ശ്രീകുമാർ, റിമി ടോമി, അങ്ങനെ കേരളത്തിലെ പ്രശസ്തരായ ഒരുവിധം കലാകാരന്മാരെ മുഴുവൻ തന്നെ മച്ചാടിന്റെ മണ്ണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം സിത്താരകൃഷ്ണകുമാറാണ് വരുന്നത്. വളരെ വളരെ നല്ല രീതിയിൽ പരിപാടി ആവും എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവരെയും മച്ചാടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുക. എന്തായാലും തട്ടകം ഉണർന്നു. തട്ടക നിവാസികൾ ആവേശത്തിലാണ്. അല്പനേരോടെ കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പോലും നിൽക്കാൻ പറ്റില്ല, അത്രയേറെ ആവേശമാകും. ഞങ്ങൾ ട്രാഫിക് സംവിധാനങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്.
എല്ലാ ഭാഗങ്ങളും ഈ വയലുകൾ കൂട്ടത്തിൽ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ ഞങ്ങളൊന്ന് തൽക്കാലം വിരാമം കുറിക്കുകയാണ്. മറ്റുള്ള ഈ ആവേശപരമായ കാഴ്ചകളിലേക്കൊക്കെ ഞങ്ങൾ പോവുകയാണ്. നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും മച്ചാട് മാമാങ്കത്തിലേക്ക് ആളുകൾ കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ജില്ലയിലെ ഭാഗത്തു നിന്നല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ആവേശം എത്തുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, ഇന്ന് വരെ ഇവിടുത്തെ ആചാര സംവിധാനങ്ങളിലെ അനന്യമായ ആചാരം തന്നെ പറയാം. ഒരു കടുകിടയ്ക്ക് മാറ്റം വരുത്താത്ത ഒരു സംസ്കാരം ഉണ്ട് ഈ മച്ചാറിലെ. അത് ഒരു ഗ്രാമം പോലും സമ്മതിക്കില്ല ഇപ്രാവശ്യം ഇങ്ങനെ ആവട്ടെ എന്ന്. അത് ആ പഴയ ചിട്ടകൾ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും കുതിര വരുന്ന സമയമായാലും കുതിരയിൽ നടത്തുന്ന പൂജകളായാലും ഇപ്പൊ അത് ദേശത്തെ തച്ചൻ അവിടെ കുതിര നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ അവർ അവകാശ പരമ്പരകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ടാണ്. അത് ഇന്നിപ്പോ തച്ചൻ മാറി നിൽക്കട്ടെ, പുതിയ ആൾ വരട്ടെ ഒരാളും പറയില്ല. ഒരു പ്രത്യേകത അതാണ്. അത് എനിക്ക് തോന്നുന്നു കോറിയിടുന്ന ചടങ്ങ് തൊട്ട് അങ്ങ് തുടങ്ങിയാൽ കൃത്യമാണ്. ഓരോരുത്തർക്കും നിയോഗിക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ പരമ്പരകളായിട്ടുള്ള ആളുകൾ അത് ഏറ്റെടുത്ത് ചെയ്തു വരികയാണ്. അതന്നെ ഒരു മഹാഭാഗ്യമാണ്. കാരണം ഞങ്ങൾക്ക് അതിന്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവര് വന്നു, ആ സമയമായി, അവരാ കാര്യം ചെയ്തു, അവര് പോന്നു. അത്ര എണ്ണയിട്ട യന്ത്രം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മച്ചാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് കൃത്യമായി നടത്തുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ നിന്നുള്ള ഇളയത് പറപ്പുറപ്പാട് തൊട്ട് ഉള്ള ചടങ്ങുകളും കൂറയിടുന്ന ചടങ്ങുകൾ അടക്കം എല്ലാം എടുത്തു പറയേണ്ടതാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വിഭിന്നമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു ആശയമുണ്ട്. അതായത് പുതിയ തലമുറ ഈ ഒരു പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പാരമ്പര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അത് വീണ്ടും വീണ്ടും അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എത്ര തലമുറകൾ മാറിയാലും, എത്ര ആളുകൾ മാറിയാലും, എത്ര കമ്മിറ്റിക്കാർ മാറിയാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് കൃത്യമായും കണിശമായും നടത്തുന്നു. അത് തന്നെയാണ് ഈ മാമാങ്കത്തിൻ്റെ ഒരു ആവേശ കാഴ്ച എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും എനി ടൈം ന്യൂസ് തത്സമയം പ്രേക്ഷകരുടെ സ്വീകരണമുറിയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. തത്സമയ കാഴ്ചകൾ ഓരോ ദേശങ്ങളും ഓരോ തട്ടക നിവാസികളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ആവേശ കാഴ്ചകളുണ്ട്. എന്തായാലും തൽക്കാലം ഞങ്ങൾ ഒരു വിരാമം കുറിക്കുന്ന എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഞങ്ങളെ തത്സമയമുണ്ട് എനി ടൈം പ്രേക്ഷകരുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. എന്തെങ്കിലും പരമാവധി പ്രചാരണം കൊടുക്കണം. മച്ചാട് മാമാങ്കത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റുള്ള ആവേശകരമായ കാഴ്ചകളിലേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തട്ടകം ഉണർന്നിരിക്കുകയാണ്. തട്ടകത്തിൻ്റെ ആവേശമാണ് ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മുഖരിതമാകുന്ന ഒരു ആവേശമുണ്ട്. ആ ആവേശം ഒന്ന് നമുക്ക് എടുക്കാം അല്ലേ? ആവേശമാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചത് കുറച്ചു നേരം കഴിഞ്ഞ് ഈ ഭാഗത്ത് നിൽക്കാൻ പോലും പറ്റില്ല, അത്രയേറെ തിരക്കായിരിക്കും അല്ലേ? തിരക്കായിരിക്കും, ഒരുപാട് തിരക്കായിരിക്കും. ഈ പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയും. പിന്നെ അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലും ഭയങ്കര തിരക്കായിരിക്കും. പറകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം പറ വയ്ക്കുന്ന സമയത്തും വളരെയധികം തിരക്കിലായിരിക്കും. ജനങ്ങൾക്ക് തകർത്ത് കളയും. എങ്ങനെ ഈ പ്രാവശ്യം എങ്ങനെ? അടിപൊളി. നമ്മൾ തകർക്കാൻ പോവാണ്. തല വെച്ച് കഴിഞ്ഞാൽ കുതിര കൊണ്ട് കൊണ്ടുപോയാൽ തകർക്കലാണ്. നമ്മൾ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ് ജീവിതത്തിലെ സംഭവമാണ്. സംശയ കാര്യത്തില് ഇനി പഞ്ചവാദ്യം, മേളം, കുതിരനെ എടുക്കുക, ചാടിക്കുക, ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണ്. എവിടെ കേരളത്തിലല്ല ഇന്ത്യയില് തന്നെ സത്യം കിട്ടാത്തൊരു അനുഭവം. ഹരിജൻ വേല അടക്കം ഇത്ര പ്രാധാന്യം കൊടുക്കണം മച്ചാട് ക്ഷേത്രം മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തുമില്ല. ലോകത്തിലെ തന്നെ പറയാം, ഇന്ത്യയിൽ തന്നെയല്ല, ലോകത്തിൽ തന്നെ പറയാം. അത്രയും കയമായിട്ടുള്ള സ്ഥലമാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ചങ്ക് ബ്രോയിനാണ്. എവിടെ ചെണ്ടയുടെ മുകളിൽ കോല് വീണാലും അവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയാം ഈ മനുഷ്യനെ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. എന്തായാലും രാജേട്ടാ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുകൂട്ടി ഈ പാവപ്പെട്ടവനെ. എങ്ങനെ പോണു? അടിപൊളിയായിട്ട് പോകും. പിന്നെ അതാ മച്ചാട് മാമാങ്കായി, ഇപ്പൊ ഉത്രാളിക്കാവ് പറപ്പുറപ്പാടായി. അപ്പൊ അതിന്റെ ഒരു ത്രില്ലാണ്. ഇവിടെ വന്ന നമ്മുടെ ആൾക്കാരെയാണ്, ഇതൊക്കെ നമ്മുടെ വന്ന ആൾക്കാരാണ്. പിന്നെ എല്ലാ കൊല്ലം വരാറുണ്ട്. മറ്റൊരു മച്ചാട് മാമാങ്കം കൂടി അടിച്ചു പൊളിക്കാൻ പോണു, തകർക്കാൻ പോണു. എങ്ങനെ തട്ടക എങ്ങനെ? കുതിരകളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെയാണോ? പുറത്തൊന്നുമല്ല. ഓ, അപ്പൊ അനുഗ്രഹ ഒരു കലാകാരനാണ് തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാല് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങോട്ട് വിളിക്കാറുണ്ടോ? നാട്ടിൽ തന്നെ പുറമേയുള്ള ഫ്രണ്ട്സ് കൊല്ലം മുതൽ വരുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്നതോറും ഓരോ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ആവേശം. എങ്ങനെ പോണു? നമ്മൾ മച്ചാട് മാമാങ്ക് 2025 ഇപ്രാവശ്യം പുന്നമ്പറമ്പ് ദേശമാണ്. പക്ഷെ ഞങ്ങള് പനങ്ങാട്ടുകര തീർച്ചയായിട്ടും ഞങ്ങള് പനങ്ങാട്ടുകാരാണ് കൂടുതൽ ഇവിടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഏത് ദേശം എന്നല്ല, എല്ലാ ദേശത്തിലെ ആൾക്കാരും ഏത് ദേശം നടത്തിയാലും ആ പൂരത്തിലും പങ്കാളികളാവും. പിന്നെ എല്ലാവരുമായിട്ട് സഹകരിക്കും.
എല്ലാ രീതിയിലുള്ള നമ്മുടെ നാട്ടുകാരല്ലേ നായാടി മുതൽ നമ്പൂതിരില്ലേ എല്ലാവർക്കും എല്ലാ ചടങ്ങുകൾക്കും ഉത്തരവാദിത്തമുള്ളതാണ് ഈ മാമാങ്കം. അതാണ്. അപ്പൊ ഈ പ്രാവശ്യം വേറൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രാവശ്യത്തെ കലാസന്ധ്യ എന്ന് പറയുന്നത് ഗംഭീരാണ് അല്ലേ? ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും പ്രധാനപ്പെട്ട ആളുകളാണ് വരുന്നത്. ഇപ്രാവശ്യം മാത്രമല്ല എല്ലാ കാലങ്ങളായിട്ട് ഇവിടുത്തെ കലാസന്ധികൾ സ്റ്റേജ് പ്രോഗ്രാം കേരളത്തിൽ എവിടെയും കാണില്ല. എനിക്ക് തോന്നുന്നു ഗോപുരം വന്നിട്ട് ആദ്യത്തെ മാമാങ്കം. രണ്ടാമത്തെ കഴിഞ്ഞ കൊല്ലം ഈ ഗോപുരത്തിലാണ് ജയറാമിന്റെ മേളം ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപിടി നല്ല കലാകാരന്മാരുടെ മണ്ണാണിത്. ഇവിടെ വന്നിട്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഇപ്രാവശ്യം അതിൽ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുകയാണ്. മച്ചാടിന്റെ ദേശീയോത്സവമാണല്ലോ. ഈ ദേശീയോത്സവം എന്ന് പറയുന്നത് മച്ചാട്ടുകാർക്ക് ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി മറ്റൊരു ഉത്സവത്തിനും കിട്ടില്ല. അപ്പം നമുക്ക് തൃശ്ശൂർ പൂരമുണ്ട്, അല്ലെങ്കിൽ ആറാട്ടുപുഴ പൂരമുണ്ട്. ഇതിനൊക്കെ അതിൻ്റെതായ ചടങ്ങുകളുണ്ട്. പക്ഷേ മച്ചാട് ദേശത്തിൻ്റെ ഈ തിരുവാണിക്കാവ് കൂടിച്ചേരലാണ്. ഈ കൂടിച്ചേരൽ മറ്റൊരു സ്ഥലത്ത് കാണില്ല. ഞങ്ങൾ ഈ മച്ചാട് പ്രദേശം എന്ന് പറഞ്ഞാൽ 6 ദേശങ്ങൾ ഉൾപ്പെട്ട ഒരു മഹാനാടാണ്. ഈ മഹാനാടിൻ്റെ ഒരു പ്രത്യേക വികാരമാണ് ഈ മച്ചാട് തിരുവാണിക്കാവ് വേല. മച്ചാട് മാമാങ്കം എന്ന് പറയും. മച്ചാട് തിരുവാണിക്കാവ് കുതിരവേല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളം മുഴുവനല്ല ആഗോള പ്രശസ്തമായ രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഉഷാറാവും. മച്ചമാങ്ക എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ കുതിരക്കം പോയി അതിന്റെ ആവശ്യമാണ്. കുതിരയുടെ മെയിൻ ആളാണ് കേട്ടോ. പ്രൊഡ്യൂസ് അതിന്റെ പണികള് കുതിരപ്പണിക്കാരാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷല്ലേ? ഓരോ വർഷമാകുമ്പോ കാത്തിരിപ്പല്ലേ? പുറം നാടുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മച്ചാടുകാരനാണ്. അപ്പൊ നമ്മള് പുറത്തെവിടെയാ? പുറത്തുനിന്നല്ല, തൃശ്ശൂർ. ഞാൻ വിദേശത്താണോ വിചാരിച്ചത്. നമ്മളെ ഇവിടുന്ന് അവർ ചോദിക്കും എവിടെ വീട് ചോദിക്കും മച്ചാടെന്ന് പറയും. അപ്പൊ ആദ്യം ചോദിക്കുന്നത് അപ്പൊ നമുക്കുള്ളതൊരു സന്തോഷം, സ്പിരിറ്റ് അത് അനുഭവിക്കാം. തീർച്ചയായിട്ടും അറിയണോ. പിന്നെ ഇവിടെ താങ്കൾ വന്നപ്പോ കണ്ടിട്ടുണ്ടാവും പലവിധമായ ചടങ്ങുകൾ, ആചാരങ്ങൾ. അതാണ് കുതിരവേല എന്ന് പറയുന്നത്. അത്രയും പ്രശസ്തമായ കുതിരവേല വേറെ സ്ഥലത്തുണ്ടാവും. അത്രയും പലവിധ ആചാര വൈവിധ്യങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായ ഒരു മാമാങ്കമാണ്. നിങ്ങൾ മാമാങ്കം നന്നായി കവർ ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ മച്ചാട്ടുകാരുടെ എല്ലാവിധ മാമാകാശം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒന്നോടെ ആവേശം എടുത്താലോ? അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ, കാണാട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും പ്രസിഡന്റൊക്കെ ഞങ്ങൾ കണ്ടു. നിയുക്ത പ്രസിഡന്റ് ഇപ്പൊ പ്രസിഡന്റാണ്. ആയി അല്ലേ? തെരഞ്ഞെടുത്തു. എന്തായാലും ഉഷാറാവട്ടെ. മീറ്റിംഗ് കഴിഞ്ഞു. എന്തായാലും സന്തോഷം. എന്തായാലും ഒത്തിരി സന്തോഷം. ഇതൊക്കെ തന്നെയാണ് മാമാങ്കത്തിന്റെ ആവേശം എന്ന് പറയുന്നത്. ഒരുപാട് കൂടിച്ചേരലാണ്. ഒരുപാട് ആളുകളെ പരസ്പരം കാണുന്നു, സംസാരിക്കുന്നു. ഇവിടെ ഇതിന്റെ ചടങ്ങുകൾ അതിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഏറെ പ്രത്യേകതകൾ തന്നെയാണ് ഈ മച്ചാടെന്ന് പറയുന്നത്. അതിൻ്റെ കൃത്യമായ തട്ടകത്തിൻ്റെ ആവേശ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മറ്റുള്ള ദേശങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. കൂടുതൽ ഏറ്റവും പുതുമയാർന്ന വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. തത്സമയം എനി ടൈം ന്യൂസിനോട് നിങ്ങൾ ഒപ്പം ഇരിക്കുക. ആവേശ കാഴ്ചകൾ, മച്ചാടിൻ്റെ മാമാങ്കത്തിൻ്റെ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങളിലെത്തും. നമുക്കറിയാം ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൊക്കെ നല്ല തിരക്കുകളുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അല്പനേരോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പരിസരം മുഴുവൻ ആളുകൾ കൊണ്ട് നിറയും. ഇവിടുത്തെ ഹരിജൻ വേല അടക്കം ഉള്ള ഇതെല്ലാം ഏറ്റവും പ്രത്യേകത നമ്മളോട് സംസാരിക്കുന്ന ഓരോ ആളുകളും പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ദേശത്തിൻ്റെ ഈ തട്ടകത്തിൻ്റെ ആവേശമാണ്. തട്ടകത്തിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അടുത്തൊരു വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് ഇന്നേ ആരംഭിക്കും. ഇതിൻ്റെ പരിസമാപ്തി ഇന്നത്തെ ദിവസം കഴിയുന്നതോടൊപ്പം തന്നെ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. അതുതന്നെയാണ് ഈ മച്ചാടിൻ്റെ ഒരു ആവേശ കാഴ്ചകൾ. എന്തായാലും ഞങ്ങൾ മറ്റുള്ള ദേശങ്ങളിലേക്കൊക്കെ ഞങ്ങളിന്ന് പോവുകയാണ്. ആ ആവേശകരമായ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ആവേശ കാഴ്ചയായത് ആ മണലെത്ര ദേശത്തേക്ക് വന്നിരിക്കണം. മണലെത്ര
തകർക്കുമല്ലേ? എന്തൊക്കെയാണ് ഈ നാളത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്തിന്? മച്ചാട് മാമാങ്കം എന്ന് പറഞ്ഞാൽ അതില് ഒരു വലിയൊരു ഘടകമാണ് മണലിത്ര ദേശം. ആ മണലിത്ര ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് കുലുക്കിയിരിക്കും. മച്ചാടിനെ ഞങ്ങള് കുലുക്കും. ഞങ്ങളുടെ ദേവിയിടില്ല, ഞങ്ങളുടെ ശരീരത്തിലൊക്കെ ഞങ്ങളുടെ ദേവി കയറിക്കുക. ഇനി ഞങ്ങളെ പിടിച്ചിട്ടില്ല. ഇതിനെ അവിടെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ദേവിക്കാണ് കാശ് വയ്ക്കും. തീർച്ചയായിട്ടും. എന്നിട്ട് അവിടെ ഇട്ടിട്ട് അവിടെ തകർക്കും. അപ്പൊ ഓരോ പ്രാവശ്യം നമുക്കറിയാം ഓരോ അങ്ങോട്ട് പറയും, ഇങ്ങനെ മാറിയിരിക്കുന്നത് അങ്ങോട്ട് പറയും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. തട്ടകം ഉണർന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് നമ്മുടെ തട്ടകം ഇന്ന് ആവേശ തിമിർപ്പിലാണ്. മച്ചാടിനെ സംബന്ധിച്ചിടത്തോളം മണലിത്ര ദേശക്കാര് ഒന്നടങ്കം ആവേശത്തിർമപ്പിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ എത്തുന്നതോടുകൂടി കുതിരയ്ക്ക് തലവെച്ച് കഴിഞ്ഞാൽ ദേശത്തു നിന്നും ആളുകൾ അമ്പലത്തിലേക്ക് കുംഭക്കുടത്തിന്റെ അകമ്പടിയോടുകൂടി ഞങ്ങൾ കാവിലേക്ക് പുറപ്പെടുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്. എല്ലാവരും ഈ ദേശത്ത് എത്തിച്ചേരാൻ പറ്റുന്ന ആളുകൾ എല്ലാ ആളുകളും എത്തിച്ചേർന്നിരിക്കുക. പ്രസിഡന്റ് രാജീവൻ മൂത്തമണിയായാലും സെക്രട്ടറി സോമൻ തെർക്കിൽ, നമ്മുടെ ട്രഷറർ TN രതീഷ് ഉൾപ്പെടെ രക്ഷാധികാരികൾ, മുൻ ഭാരവാഹികൾ എല്ലാവരും ഒരു വർഷത്തെ എനിക്ക് തോന്നുന്നു ഇതൊരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയാണ്, ഒരു തട്ടകത്തിന്റെ കൂട്ടായ്മ. അത് എല്ലാ വർഷവും നമ്മൾ കൃത്യമായി ചെയ്യുന്നു, ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇത് കഴിയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നൊമ്പറുണ്ട് അടുത്ത വർഷത്തെ കാര്യം ഓർക്കുമ്പോൾ. പക്ഷെ അതും അതിലും ഗംഭീരാവും. ഇവിടെ ഞങ്ങള് മനസ്സിനെ ഒരു ചെറിയൊരു കണ്ണിനെ ഒരു ചെറിയ ഒരു ഈർണ അടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ കൂടെ ചേർന്നിരുന്ന പൂർവികർ നഷ്ടപ്പെട്ടു. ആ നഷ്ടങ്ങൾ ഞങ്ങളുടെ വേദന മനസ്സിലുണ്ടെങ്കിൽ കൂടി ഭഗവതിയുടെ ഒരു ഹിതം ഞങ്ങളെ അർപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പ്. അപ്പൊ ആ കാത്തിരിപ്പിനെ എല്ലാ ആളുകളും കൂട്ടമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മച്ചാട് മാമംഗം മണലിത്ര ദേശത്തിന്റെ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായി വെടിക്കെട്ടിനുള്ള അനുമതി മേടിച്ചു എന്നുള്ളത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. അത് ഈ ദേശത്തിന്റെ കൂട്ടായ്മ കൊണ്ട് മാത്രം നേടിയെടുത്ത ഒന്നാണ്. അത് ഞങ്ങൾക്ക് വളരെ ഗംഭീരമായി പൂർത്തീകരിക്കുവാൻ അഭിപ്രായം വന്നു. അതേപോലെ തന്നെ മുഴുവൻ ദേശത്തെ ആളുകളും ഈ മണലിത്ര ദേശത്തേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകളുടെ വികാരം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും ഒക്കെയാണ്. ആ ആചാരങ്ങളൊക്കെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ആചാരങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു അണുവിട വ്യത്യാസം വരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പൂർവികർ പകർന്നു തന്ന ഒരു ആചാരമുണ്ട്. അത് ഞങ്ങൾ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും എല്ലാവരും ആവേശത്തിമിർപ്പിലാണ്. ഇങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മച്ചാട് മാമാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് ഈ വർഷത്തെ വേല കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതൽ ഞങ്ങൾ അടുത്ത വർഷത്തെ വേലയ്ക്കുള്ള കാത്തിരിപ്പല്ല, ഞങ്ങൾ അതിനുള്ള തുടങ്ങി. അത് ഒരു വർഷത്തെ ഈ നാടിന്റെ മൊത്തം വികാരത്തിന്റെയും ആ കൂട്ടായ്മയുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റുള്ള നാടുകളിലെ പോലെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഉത്സവങ്ങൾ കൊണ്ടുവരുന്ന രീതി മച്ചാട് ഒരു ഭാഗത്തുമില്ല. നമുക്ക് കൂട്ടായ്മയാണ്. രാഷ്ട്രീയം ഇല്ല, ജാതിയില്ല, മതമില്ല. ഇപ്പം നമ്മുടെ ഇവിടുന്ന് തന്നെ മണലിത്ര ദേശത്തുനിന്ന് ഞങ്ങളുടെ കുംഭക്കുടം ഉണ്ട്. അത് കേരളത്തിൽ എവിടെയും ഈ രീതിയിലുള്ള കുംഭക്കുടം എന്ന് പറഞ്ഞ ആചാരങ്ങൾ ഇത്രയും ചിട്ടയോടുകൂടി നടത്തുന്നത് പോകുന്നില്ല. ഒരു കുംഭക്കുടത്തിൽ ഏകദേശം ഞങ്ങളുടെ 3 കുംഭക്കുടം സെറ്റ് ഉണ്ട്. അതിൽ ഏകദേശം ഒരു സെറ്റിൽ ഏകദേശം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള മിനിമം 50 പേരെങ്കിലും ഒരു കുംഭക്കുടത്തിലുണ്ടാവും. അവർ നഗ്നപാതരായി അവരുടെ പ്രത്യേക വേഷവിധാനത്തോടു കൂടി വ്രതമെടുത്ത് കഴിഞ്ഞ ഏകദേശം 41 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് അവർ ഏകദേശം 7 കിലോമീറ്ററോളം കാൽനടയായി വന്നാണ് കാവിലേക്ക് പോകുന്നത്. അവർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അതിനുശേഷം കുതിരയ്ക്ക് തലവെച്ച് ഞങ്ങളുടെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് തച്ചൻ പൂജ കഴിഞ്ഞ് ഞങ്ങളുടെ ആചാരപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള വെടിക്കെട്ട് അത് നടത്തി ഞങ്ങൾ ഗംഭീരമായിട്ട് കുംഭക്കുടത്തിന്റെ അകമ്പടിയുടെ കാവിലേക്ക് പുറപ്പെടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളും ചിന്തയില്ല. എല്ലാ ദേശക്കാരുമായി സൗഹൃദം കാത്തു സൂക്ഷിച്ച് വളരെ ഗംഭീരമായിട്ട് ഇത് പൂർത്തീകരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ്. തീർച്ചയായിട്ടും ആവേശത്തെ മുമ്പിലാണ്
എല്ലാവരും പറയും മച്ചാട് മാമാങ്കത്തിന് മാമാങ്കത്തോടുകൂടി വിരാമം വരുമെന്ന്. വിരാമമില്ല. അടുത്ത വർഷം നമ്മൾ 2026 പ്രവർത്തനങ്ങൾ ഞങ്ങള് തുടങ്ങുവാണ്. ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മണത്തറക്കാർക്ക് മച്ചാട് മാമാങ്കത്തിന് വിരാമമില്ല. അടുത്ത മാമാങ്കത്തിനായിട്ട് ഞങ്ങൾ വർക്ക് പിറ്റേ ദിവസം തന്നെ തുടങ്ങും. അപ്പൊ എന്തായാലും എല്ലാവരും ആവേശം അപ്പോ പറ വരാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ശേഷമാണ് ഇതാ നമ്മൾ കണ്ടുള്ള അണിയിച്ച് ഒരിക്കലും അതിനെ കുതിരയ്ക്ക് തല വെക്കുന്ന ചടങ്ങുകളിലേക്കൊക്കെ കടക്കും. എന്തായാലും എല്ലാവരും ഒരു ആവേശമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആവേശത്തിമിർപ്പിലേക്ക് മച്ചാടിൻ്റെ ഈ ഒരു മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മറ്റുള്ള ദേശങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു പോവുകയാണ്. എല്ലാ ദേശവാസികളും അവരുടെ ആവേശത്തിമിർപ്പിലാണ്. അതിൻ്റെ എല്ലാം തത്സമയ കാഴ്ചകൾ എനി ടൈം ന്യൂസിലൂടെ പ്രേക്ഷകരുടെ സ്വീകരണമുറിയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ആസ്വദിക്കുക, മറ്റെങ്ങും പോവേണ്ട. എനി ടൈം ന്യൂസിനോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുക. ദൃശ്യമാർന്ന ഏറ്റവും മികച്ച ദൃശ്യചാരുത ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ലൊരു ശുഭമുഹൂർത്തമാണ്. ഈ നാടിൻ്റെ എല്ലാ നാട്ടുകാരും ആഗ്രഹിച്ചിരുന്ന ഒരു മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മണലിത്തര ദേശത്തിൻ്റെ കുതിര പുറപ്പാടാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ ജനങ്ങളും വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു നല്ലൊരു സംരംഭം ഇവിടെ ജനങ്ങളും കൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഈ മാമാങ്കത്തിൻ്റെ കുതിരകൾ ഒടുവിൽ ഇവിടെ തിരുവണിക്കാവ് അമ്പലത്തിലാണ് വന്ന് ചേരുന്നത്. എല്ലാ ജനങ്ങളും ജാതിപതം ഭേദമന്യേ തന്നെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും നല്ല സന്തോഷപൂർവ്വമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ക്രമീകൃതമായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. തഹസിൽദാർ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് മുൻകൂട്ടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് ഓഫീസേഴ്സിനൊക്കെ നമ്മളെല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാരും അതിൻ്റെ തഹസിൽദാർമാരെല്ലാം ലോക്കൽ തഹസിൽദാരും തുടർന്ന് ഭൂരക തഹസിൽദാരും എല്ലാം അതിൻ്റെ മജിസ്ട്രേറ്റ് പവറുകൾ എല്ലാം അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങേക്ക് അറിയാൻ പറ്റും, ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ആളുകളാണ് ഇവിടേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ മച്ചാട് മാമാങ്കത്തെ സംബന്ധിച്ച് വലിയ ഒരു പ്രചരണത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ മറ്റുള്ള അമ്പലങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു പ്രത്യേകതയുണ്ട്. പൊതുവേ തൃശ്ശൂർ ജില്ലയിൽ ആന വെച്ചിട്ടുള്ള എഴുന്നള്ളിപ്പുകളും പൂരങ്ങളാണ് സാധാരണ ജില്ലകളിലെല്ലാം കാണുന്നത്. ഇവിടെ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ കുതിരയാണ് ഇവിടെ നിന്ന് എഴുന്നള്ളിക്കുന്നത്. പല ദേശക്കാർ കൂടിയിട്ട് ഇവിടുന്ന് ഒറ്റക്കെട്ടായിട്ട് ഇവിടുന്ന് അവിടെ നിന്നുള്ള ഓരോ അരങ്ങേറ്റങ്ങളൊക്കെ വന്ന് ഒടുവിൽ തിരുവണിക്കാവ് അമ്പലത്തിലാണ് വന്ന് ചേരുന്നത്. എന്തായാലും ഈ 3 പ്രതിഷ്ഠയുടെ ഭാഗമായി അയ്യപ്പസ്വാമി, ദേവി, ഇതിൻ്റെ കുതിരകളാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൂജയ്ക്ക് ശേഷം ഇതിൻ്റെ തലയുടെ ഭാഗം വെക്കുന്നതാണ് ഇവിടെ ദേവസ്വംകാർ പറഞ്ഞു. വന്നതിന് ശേഷമാണ് അതിൻ്റെ എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും പൂർണ്ണമായ സമയങ്ങളിൽ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ജില്ലാ കളക്ടർ ഇവിടെ വരുന്നു പറഞ്ഞു. അപ്പം എന്തായാലും ജില്ലാ കളക്ടറും ഈ പറഞ്ഞ മാമാങ്കത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ പങ്കാളിയായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും തരാം മച്ചാടന്റെ അല്ലേ.
അതിനുള്ള ഹോളം കിട്ടുന്നുണ്ട്.
പ്രിസം വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9645504445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. 39 വർഷമായി മലാക്ക ദേശത്തിനോടൊപ്പം അമ്മൻകുടത്തിലെ സുപരിചിതനായൊരു വ്യക്തിത്വമാണ് ഹസനാർ. നമുക്ക് തന്നെ അറിയാം, പല പ്രാവശ്യം അദ്ദേഹവുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു 39ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ സന്തോഷമാണല്ലേ? ഓക്കെ, പറയാനില്ല, ഒത്തിരി സന്തോഷമാണ്. ഈ 39 വർഷമായിട്ട് അമ്മയുടെ തിരുനടയിൽ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി എത്തുക എന്ന് പറയുന്നതിന് വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് അവിടെ നിന്നുള്ള എല്ലാ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1ാമത്തെ വർഷത്തിൽ ആരംഭിച്ചു. ഈ 39ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഓരോ വർഷവും കിട്ടുന്ന പിന്തുണ, അതിനേക്കാൾ ഉപരി ഒരു അനുഗ്രഹം, അത് തന്നെയല്ലേ മുന്നോട്ടുള്ള പോക്ക്? തീർച്ചയായും. അതായത് ഓരോ വർഷം കഴിയും തോറും നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഒരുപാട്, അതായത് നമുക്കിവിടെ എത്താനുള്ള ആരോഗ്യം, അതാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും അസുഖങ്ങളില്ലാത്തൊരു അവസ്ഥ ഇവിടെ എത്തുന്നതിന് അത് ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അന്നും ഇന്നും ഞാൻ ഒരേ ഊർജ്ജസ്വലതയോടു കൂടി. ഞാൻ ഈ ഒരു നിമിഷം തിരക്കാന്നറിയാം, എങ്കിൽ കൂടി ചോദിക്കണേ, ആദ്യമായിട്ട് ഈ ഇതിനകത്തേക്ക് വന്നതെന്ന് ഓർത്തെടുക്കാമോ? ആദ്യമായിട്ട് ഞാൻ വന്നത് എൻ്റെ 11ാം വയസ്സിലാണ്. ഞാൻ ഇതിലേക്ക് വരാൻ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ അന്ന് ചെറിയ രീതിയിൽ കരകാട്ടം പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ വർഷം വന്ന് ഞാനും എൻ്റെ ഗുരു കോട്ടപ്പടി മോഹൻ മാഷാണ് ഇവർക്ക് വന്ന് ആ സ്റ്റെപ്പുകൾ പഠിപ്പിക്കുക എന്നുള്ളൊരു നേതൃത്വം കൊടുത്ത് എന്നെ ഏൽപ്പിച്ചു തന്നു. ആ വർഷം ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ആശാൻകുട്ടി എന്നാണ് എന്നെ വിളിക്കുക, ആശാൻകുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പോലെ ആ നൊയമ്പ് കാര്യങ്ങൾ, മാലയിടുക, അതെല്ലാം ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് വർഷം തന്നെ അങ്ങനെ മാലയിട്ടു. ആ മാലയിട്ട അന്ന് തന്നെയാണ് എന്നെ ഒരു കിഡ്നാപ്പിംഗ് ഉണ്ടായത്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മരണതുല്യമായി അവരെ മുന്നിൽ എന്നെ ലാസ്റ്റ് കീറി മുറിക്കുന്നൊരവസ്ഥ വന്നു. ആ വന്ന സമയത്ത് ഞാൻ ഇരുന്നു കൊണ്ട് തൊഴുത്. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഈ രുദ്രാക്ഷമാല തടയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദേവിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു വഴിപാടല്ലോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഉരുക്കി വിളിച്ചു, ദേവി എന്നെ നീ ഇവിടെ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വേറൊന്നും നോക്കുന്നില്ല, എനിക്ക് പറ്റാവുന്നിടത്തോളം വർഷം ഞാൻ നിന്റെ തിരുനടയിൽ ഞാൻ എത്തിക്കോളാം എന്നുള്ളത്. അങ്ങനെ അത് അന്ന് കൊടുത്ത ഉറപ്പാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഉരുക്കി വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ദേവിയുടെ ഒരു അരൂപിയം തന്നെ പറയാം എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട്. ഇതിപ്പോൾ 39ലേക്ക് കിടക്കുന്നു. തള്ളിവിട്ട് എന്നെ രക്ഷപ്പെടുത്തിയതായിട്ട് അത് എന്നെ ഇവിടം വരെ എത്തിച്ചു. ഇന്ന് ഞാൻ അന്ന് 8ൽ പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ പഠനം, അതിലുപരി ജോലി, അതിലൂടെ ഉപരി എൻ്റെ നല്ലൊരു കുടുംബം, എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് തരിക. കുടുംബത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. എനിക്ക് 3 മക്കളാണ്, 3 ആൺകുട്ടികളാണ്. മൂത്ത മോൻ തൻസിക്, അവൻ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. 2ാമത്തെ മോൻ +1 പഠിക്കുന്നു. 3ാമത്തെ മോൻ 8ൽ നിർമ്മല ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അവരുടെയൊക്കെ പിന്തുണ എത്രത്തോളം ഉണ്ട്? 100% എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം തന്നെയാണ്. അതുവരെ പിന്തുണ തന്നെയാണ് എന്നെ ഇതിലേക്ക് എത്തിക്കുന്നത്. അതിലുപരി ഈ മലാക്ക എന്ന് പറയുന്ന ഈ എൻ്റെ ആ അമ്പല നിവാസികളാണ്, അവരിലേക്ക് പോകാം. അവരാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അവരുടെ ആ സപ്പോർട്ട്, ആ സ്നേഹം, ആ എളിമ, അതിൽ ദേവി അവരിൽ കൂടി എന്നിലേക്ക് എത്തിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഞാൻ ഒരു ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് സൂപ്പർവൈസറായിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വടക്കാൻ അതിനിടയിലാണ് നമ്മളിതല്ലേ. അതിനിടയിൽ പറഞ്ഞാൽ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ നിന്നാണ്. അപ്പോൾ എനിക്കൊരു കൂടുതലായിട്ട് തോന്നുന്നില്ല, എനിക്കിത് ചെയ്യണം. ആ സമയം എല്ലാ വർഷവും ആ സമയമാകുമ്പോഴത്തേക്കും മലാക്ക ടീമിൻ്റെ കൂടെ ഉണ്ടല്ലേ. ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് വേണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, ഹസനാർക്കർ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി അല്ലേ ലൈഫിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ആണ്, എനിക്ക് 8 വയസ്സുകളപ്പോഴാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. അത്ര ചെറുപ്പത്തിൽ തന്നെ ആശാൻ അവിടെ ഉണ്ട്. ആശാൻ എന്നാണ് വിളിക്കുക. അതെ അതെ. നിങ്ങളുടെ ആ നാട്ടുകാരുടെ മുഴുവൻ ആശാനാണ്. ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല.
പ്രായത്തിനൊന്നുമില്ല, എല്ലാവരും ആശാനെ വിളിക്കുക. ആശാൻ എന്തായാലും ആടി തിമിർക്കട്ടെ. 39 കഴിഞ്ഞ് 40, 50 ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുവാണ് കേട്ടോ. ഓക്കെ, ദേവിയുടെ അനുഗ്രഹമുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ എത്തും. ദേവി അതിനുള്ള എല്ലാ അനുഗ്രഹവും തരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വർഷം കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.